കേരളം ഇനി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ദാരിദ്ര്യം ഒഴിവാക്കണം. കേവല ദാരിദ്ര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെ ഒഴിവാക്കാം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ കേരളത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന കാര്യം, ഈ ദാരിദ്ര്യം ഒഴിവാക്കാൻ കേരളത്തിലെ സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. കേരളത്തിലെ സ്ത്രീകളിൽ പകുതി പേർക്കെങ്കിലും വീട്ടിന് പുറത്ത് വരുമാനമുണ്ടാകുന്ന തൊഴിൽ ഉറപ്പാക്കുക. ഇതാണ് വൈജ്ഞാനിക കേരളം എന്ന നിലയിൽ കേരളത്തിലൊരു പുതിയ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഈ തൊഴിലവസരങ്ങൾ കണ്ടെത്തി തൊഴിൽ നൽകുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളാണ് എടുക്കുന്നത്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് വരാൻ പോകുന്ന 5 വർഷം 20 ലക്ഷം സ്ത്രീകൾക്ക് തൊഴിൽ, കുടുംബശ്രീ സംവിധാനമുണ്ട്, വൈജ്ഞാനിക മിഷനുണ്ട്. ഇതെല്ലാം ചേർന്ന് എവിടെയാണ് തൊഴിലവസരം അത് കണ്ടെത്തി, ഇനി തൊഴിലിൽ അവർക്ക് നൈപുണ്യമുള്ള ആളുകളില്ലെങ്കിൽ, വൈദഗ്ധ്യമുള്ള ആളുകളില്ലെങ്കിൽ അവർക്ക് പരിശീലനം നൽകി തൊഴിലിൽ പ്രവേശിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ കേരളം ദാരിദ്ര്യമുക്തമാകും. അതിലേക്ക് കേരളത്തെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശ്രമിക്കുന്നത്. ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇതിനെല്ലാമുള്ള അംഗീകാരമായിട്ട് മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പ്രാദേശിക ഗവൺമെൻറ് എന്നുള്ള നിലയിൽ കൂടി പരിഗണിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സുരക്ഷിതത്വമുണ്ടാക്കുന്ന ഒരു സംവിധാനമായി പ്രവർത്തിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ഈ പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് നടപ്പിലാക്കുന്നത്. അതിദാരിദ്ര്യമുക്തമാക്കി കേരളത്തെ 64,006 കുടുംബങ്ങളെയാണ് കണ്ടെത്തിയത്. അതിദാരിദ്ര്യത്തിൻ്റെ ഘടകങ്ങൾ നിർണ്ണയിച്ചു. അത് ഓരോന്നും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കഴിഞ്ഞ 4 വർഷക്കാലമായി സ്വീകരിച്ചു. അങ്ങനെയാണ് ഈ നവംബർ 1 ഈ പ്രഖ്യാപനത്തിലേക്ക് എത്തിയത്. കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കിയ സംസ്ഥാനമല്ലേ? കേരളത്തിൽ ആരും പട്ടിണി കിടക്കുന്നില്ലല്ലോ. കേരളത്തിലെ ഓരോ കുടുംബത്തിനും കുടിവെള്ളം ലഭിക്കാനുള്ള പദ്ധതി പ്രവർത്തനം ഇവിടെ അതിവേഗതയിൽ നടന്നു വരികയാണ്. ജലജീവൻ പദ്ധതി സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അതിന് പ്രധാനമായിട്ടും ചുക്കാൻ പിടിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ സഹായമുണ്ട്. ഇങ്ങനെയുള്ള പദ്ധതികളിലേക്ക് കേരളം അതിവേഗം പോവുകയാണ്. ഇനി ഇപ്പോൾ കേരള ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, ഫോൺ കണക്ഷൻ, ഇൻ്റർനെറ്റ് കണക്ഷൻ എല്ലാ വീടുകളിലും എത്തണം. ജനങ്ങൾക്ക് ഇവിടെ ഇപ്പം ഈ പാചകവാതക പൈപ്പ് ലൈൻ വഴി പാചകവാതകം നൽകാനുള്ള നടപടി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ ഇവിടെ ഉണ്ണിക്കുളം പഞ്ചായത്തിൽ അവിടെ ഈ ഒരു പുനൂര് ആ മേഖലയിൽ ഇതിൻ്റെ പ്ലാന്റ് വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് എല്ലാ വീടുകളിലും പാചകവാതകം എത്തിക്കണമെന്നുള്ളതാണ്. കുടിവെള്ളം പോലെ തന്നെ പാചകവാതകവും എത്തിക്കണം. ഇൻ്റർനെറ്റ് കണക്ഷൻ എല്ലാ കുടുംബങ്ങളിലും ലഭ്യമാക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഇതിലെല്ലാം വളരെ ശക്തമായി മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ജനങ്ങൾ വലിയ തോതിൽ വോട്ട് നൽകി വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.